വെൽക്കം ബാക്ക് ടു ഇത് ഞങ്ങളുടെ ഫാമിലി. അപ്പോൾ ഞാൻ പാല് തീർന്നിട്ട് ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ ചെയ്തതാണ്. ഞാനൊരു 11 മണി കഴിഞ്ഞ് ഓർഡർ ചെയ്തപ്പോഴത്തേക്കിനും പാല് ആ നേരം പെട്ടെന്ന് കിട്ടി കേട്ടോ. 10 മിനിറ്റിനുള്ളിൽ സാധനം കിട്ടും. അപ്പോൾ അങ്ങനെ പാല് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ രാത്രിയിൽ ഇത് കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാത്രിയിൽ ഈ ഒരുങ്ങി നിൽക്കുന്ന ഇപ്പം രാത്രി 11:30 ഇപ്പോൾ ഈ ഒരുങ്ങി നിൽക്കുന്നത് എവിടെ പോകാനാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എമ്പൂരാൻ കാണാനായിട്ട് പോവാണ്. ഞാനും എൻ്റെ ഫ്രണ്ട് ആനുവും എല്ലാവരും കൂടെ. അപ്പോൾ എനിക്ക് കാണണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ആരനൊക്കെ എക്സാം കഴിയുന്ന അന്ന് തന്നെ 29ന് തന്നെ ആരനൊക്കെ ഫസ്റ്റ് ഷോയ്ക്ക് പോയി കണ്ടായിരുന്നു. അപ്പോൾ അവൻ പോയി കാണാൻ നമ്മൾ നിർബന്ധിച്ചു. അങ്ങനെ എമ്പൂരാൻ കാണാനായിട്ട് പോവാണ്. അങ്ങനെ എമ്പൂരാൻ കണ്ടു, വലിയ കുഴപ്പമില്ലായിരുന്നു, ഇഷ്ടപ്പെട്ടു. പിന്നെ അതാണ്ട് ഇപ്പോൾ ഇവിടെ ചെറിയൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഉച്ചയാകുമ്പം ഞാനിന്ന് നേരത്തെ പണിയെല്ലാം തീർത്തു. ഞാൻ കുറച്ച് ബീഫ് ഫ്രൈ വെച്ചു, പിന്നെ ക്യാബേജ് തോരനൊക്കെ ഞാൻ തന്നെ കഴിച്ച് തീർക്കേണ്ടതാണ്, ആരൻ കൂട്ടത്തേ ഇല്ല. പിന്നെ മോര് കാച്ചിയതുകൊണ്ട് അപ്പോൾ ഞാനിന്ന് നേരത്തെ 12 കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് നേരത്തെ ചെയ്തു. എനിക്കൊരു ടിഫിൻ ബോക്സിനകത്ത് ഒരു ഇങ്ങനെ ലഞ്ച് കെട്ടി വെച്ചിട്ട് പിന്നെ കഴിക്കണമെന്ന് കുറേ ദിവസമായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എൻ്റെ ബാനൂട്ടൻ്റെ സ്കൂളിൽ പഠിച്ചപ്പോഴത്തെ ടിഫിൻ ബോക്സ് ആയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാൻ എനിക്കുള്ള പൊതി കെട്ടി വെക്കണം. കാരണം നമ്മുടെ കൈകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് മടുത്തു. അപ്പം നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെയാലും ഒരു ടേസ്റ്റ് വ്യത്യാസം വരുന്നെങ്കിൽ വരട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനൊരു പൊതി കെട്ടുകയാണ്. അപ്പം ഞാൻ നല്ല പോലെ മോരൊഴിക്കുന്നുണ്ട് ചോറിലേക്ക്. അപ്പം ഞാൻ കുറച്ച് നേരം വെച്ചിട്ടേ ഞാനിത് കഴിക്കത്തുള്ളൂ. പിന്നെ ബീഫ് ഫ്രൈയും വെച്ചു, പിന്നെ ക്യാബേജ് തോരനും വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കടുമാങ്ങ അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടുമാങ്ങ അച്ചാറും കൂടെ വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന് ഞാൻ അടച്ചങ്ങ് വെക്കും. ഇപ്പോൾ 12 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ 2 മണിയാകുമ്പോഴത്തേക്കിനെ ഞാൻ കഴിക്കത്തുള്ളൂ. നമ്മൾ തന്നെ ഈ ഭക്ഷണം എല്ലാം ഉണ്ടാക്കി കഴിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മടുത്തു. പിന്നെ വല്ലപ്പോഴും ഒന്ന് പുറത്ത് പോയി കഴിക്കുന്ന അതേ ഉള്ള ഒരു ചേഞ്ച് എന്ന് പറയാനായിട്ട്. അങ്ങനെ ഞാൻ ഇപ്പോൾ 2 മണിയായിട്ടുണ്ട്. ആരണ്ട് പിന്നെ ഇങ്ങനെ ഒന്നും കഴിക്കുന്നൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് അവനല്ലാതെ പ്ലേറ്റ്, അപ്പോൾ നമ്മൾ എന്നും പ്ലേറ്റിൽ ചോറ് കറിയെല്ലാം എടുത്ത് വെച്ച് നമ്മളങ്ങനെ കഴിക്കുന്ന പിന്നെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ സ്കൂളിലൊക്കെ ഇങ്ങനെയല്ലേ, ഉച്ചയാകുമ്പോഴത്തേക്കിനും ലഞ്ച് ബോക്സ് തുറന്ന് വെച്ചിട്ട് അതിൻ്റെ ആ അടപ്പിനകത്തോട്ടാണല്ലോ കറിയെല്ലാം കൂടെ എടുത്ത് വെക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുള്ള ചാറും അതെല്ലാം കൂടെ കൂട്ടി ഇളക്കി കഴിക്കാനായിട്ടൊരു ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ടിഫിൻ കെട്ടി വെച്ച് കഴിക്കണമെന്ന്. പക്ഷേങ്കിൽ എന്നും മറന്നു പോകും. കാരണം കുക്കിങ്ങൊക്കെ ഇപ്പോൾ ഭയങ്കര ധൃതിയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആരന് അവധിയായി. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ വലിയ ധൃതി പിടിക്കണ്ടല്ലോ എന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഭയങ്കര തൃപ്തിയോടുകൂടി ഞാൻ ചോറുണ്ടു. പിന്നെ ഇത് ഇന്നലത്തെ വീഡിയോ ആണ്. ഞാനും ലീനയും സുനുവും കൂടെ ട്രാൻസ്പോർട്ട് ബസ്സിലാണ് ഞങ്ങളുടെ യാത്ര. നമുക്ക് കോട്ടയത്തു നിന്ന് ഒരു മണിക്കൂറും കൊണ്ട് ചെല്ലേണ്ട ദൂരമേ ഉള്ളൂ ട്രാൻസ്പോർട്ടേലാകുമ്പോഴത്തേക്കിനും. അപ്പോൾ ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് ചെന്നിട്ട് ഞാൻ കാണിക്കാം. അപ്പം ഇത് ഞങ്ങൾ ഇതേപോലെ ഒരു കാഞ്ഞിരപ്പള്ളിയിൽ ഒരു ഷോപ്പിലാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഇവിടുന്ന് കിട്ടും. പിന്നെ ടേബിൾ ക്ലോത്ത്, ബെഡ്ഷീറ്റ്സ് എല്ലാം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പറയുന്ന ആ അളവിലും എല്ലാം നമ്മൾ പറയുന്ന കളറും എല്ലാം എടുത്ത് അവർ അതുപോലെ ചെയ്തു തരും. ഇതൊക്കെ നമ്മുടെ കിച്ചൺ കാർട്ടൻസ് ആണ്. എനിക്കൊന്ന് 120 ഒക്കെ ഉള്ളൂ ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നുള്ളൂ. നമ്മൾ സാധാരണ എല്ലാ കടയെ അപേക്ഷിച്ച് കുറച്ച് നല്ല ചീപ്പാണ് സാധനം. എല്ലാ കടയെ അപേക്ഷിച്ച് കുറേ കൂടെയൊക്കെ വിലക്കുറവിൽ നമുക്ക് സാധനം കിട്ടും. ഇതൊക്കെ ടേബിൾ ക്ലോത്താണ്. ടേബിൾ ക്ലോത്തൊക്കെ നല്ല ടേബിൾ മാറ്റാണ് ഇതെല്ലാം. അപ്പോൾ ടേബിൾ മാറ്റൊക്കെ നല്ല വിലക്കുറവിലുണ്ട്. നമുക്ക് എത്ര പീസ് വേണമെങ്കിലും എടുക്കാം. അല്ല ഇത്ര ഒരു പാക്കറ്റിൽ ഇത്ര അങ്ങനെയൊന്നുമില്ല. നമുക്ക് 6 8 എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഇതൊക്കെ തന്നെ പല കളറിൽ വരുന്നുണ്ട് കേട്ടോ. ഒത്തിരി കളേഴ്സിൽ ഇതെല്ലാം കിട്ടും. അപ്പം പിന്നെ ഇതെല്ലാം ടേബിൾ മാറ്റുകളാണ്. പിന്നെ ഇതേണ്ട കർട്ടൻ ആരോ ഓർഡർ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. അത് വൈറ്റേൽ അവർ പറയുന്ന പോലെ നമ്മുടെ എത്ര 7 അടി വേണോ 8 അടി വേണോ 9 അടി വേണോ അത് നമ്മൾ പറയുന്നത് പോലെ. പിന്നെ അതേലും മേളിൽ വേറെ പീസ് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത്, ലേസൊക്കെ വെക്കണമെങ്കിൽ അങ്ങനെ ചേർത്തൊക്കെ ചെയ്ത് തരും കേട്ടോ. ഇതെല്ലാം റണ്ണേഴ്സാണ് കേട്ടോ. ഒത്തിരി നമ്മുടെ ഡൈനിങ് ടേബിളിലും അല്ലാതെ ടേബിളിലൊക്കെ നമ്മൾ ഇടുന്ന റണ്ണേഴ്സാണ് ഇത് മുഴുവൻ. അതൊക്കെ ഒത്തിരി കളറിലുണ്ട് കേട്ടോ. അരികിലെല്ലാം ക്രോഷ്യോ ലേസസ് ഒക്കെ വെച്ച്. പിന്നെ ഇത് നമ്മുടെ ക്രോഷ്യോയുടെ ഈ റൗണ്ട് ടേബിളിലൊക്കെ ഇടുന്ന ആ സെൻട്രൽ മാറ്റാണ്. ഇതൊക്കെ കേട്ടോ. അതൊക്കെ പല കളറുണ്ട്. റെഡ് ഉണ്ട്, പിന്നെ ഓഫ് വൈറ്റ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, അങ്ങനെ ഒത്തിരി കളേഴ്സിൽ ഇതൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ വലുതും ഉണ്ട് കേട്ടോ. വൈറ്റൊക്കെ ഇതിൻ്റെ വലിയ റൗണ്ട് ടേബിളിലൊക്കെ ഇടാനുള്ളതും ക്രോഷ്യോടെ അതുണ്ട് കേട്ടോ. അങ്ങനെ
ക്രോഷോയുടെയാണിത്. പിന്നെ ഇതേപോലെ നമുക്ക് ഇത് ക്രോസ് സ്റ്റിച്ചാണ്. ക്രോസ് സ്റ്റിച്ചിൻ്റെ സ്റ്റിച്ചിങ് വന്നിരിക്കുന്നതാണിത്. ഇതിങ്ങനെ പീസായിട്ട് ഇവരിതിവിടെ കൊണ്ടുവച്ച് ജസ്റ്റ് കൊണ്ടുവച്ചേ ഉള്ളൂ. അന്നേരം ഞങ്ങൾ നോക്കിയതാണ്. അപ്പം നമുക്ക് ബെഡ്ഷീറ്റായിട്ട് ഉപയോഗിക്കാം, പിന്നെ ടേബിൾ ക്ലോത്ത് ആയിട്ടും ചെയ്യാം. അപ്പം നമ്മൾ പറയുന്ന പോലെ തന്നെ അവർ കസ്റ്റമൈസ് ചെയ്ത് തരും. അതായത് ഇപ്പോൾ ഇതിൽ ഈ വന്നിരിക്കുന്ന ഈ ഒരു പൂവിൻ്റെ കളറാണ് നമുക്ക് സൈഡിൽ ബോർഡറായിട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ അതെന്തുമാത്രം വേണമെന്ന് പറഞ്ഞാൽ അവരതനുസരിച്ച് നമുക്ക് വെച്ച് പിടിപ്പിച്ച് തരും. ഇതൊക്കെ ടേബിൾ ക്ലോത്ത് ആകട്ടോ, ക്രോഷ്യോ ലേസ് വെച്ച് പിടിപ്പിച്ചിട്ടിരിക്കുന്നതാണ് ടേബിൾ ക്ലോത്ത് ഇതെല്ലാം. അപ്പം നമുക്കിഷ്ടമുള്ള തുണി നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് അവർക്ക് കൊടുക്കാം. ഇതെല്ലാം ക്രോസ് സ്റ്റിച്ചും കൊണ്ട് വന്നിരിക്കുന്ന മെറ്റീരിയലുകളാണ്. ഇത് ബെഡ്ഷീറ്റ്സ് കണ്ടോ, നല്ല കളേഴ്സാണ്. ഇനി ഇതിൻ്റെ അരികിൽ നമ്മൾ പറയുന്ന ബോർഡർ അവർ വെച്ച് തരും. അപ്പോൾ ഇതേൽ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഏത് കളർ നമ്മൾ പറഞ്ഞാലും അവരത് നമുക്ക് നല്ല ബോർഡറാക്കി നമുക്ക് വെച്ച് തരും. അപ്പോൾ ആ ബെഡ്ഷീറ്റിൻ്റെ കളക്ഷൻ ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ. ഇത് ക്രോസ് സ്റ്റിച്ചിങ് ആണ് അതേ മുഴുവനുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ അരികിൽ പർപ്പിളോ റെഡോ എല്ലാ കളേഴ്സും നല്ല കളറായിരുന്നു കേട്ടോ. ഏതാ ബോർഡർ വേണ്ടതെന്നാലും നമ്മൾ അവരോട് പറഞ്ഞ് അതിനെയും കിങ് സൈസിനാണോ ക്വീൻ സൈസിനാണോ ഏതാണെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് അവരതെല്ലാം സെറ്റ് ചെയ്ത് തരും നമുക്ക്. അപ്പം കർട്ടൻ ആണെങ്കിലും ബെഡ്ഷീറ്റ്സ് ആണെങ്കിലും എല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്തു തരും എല്ലാം കേട്ടോ. അപ്പം ഇതെല്ലാം ക്രോസ് സ്റ്റിച്ചിൻ്റെ ആണ്. പിന്നെ ഇതേണ്ട ലിനൻ്റെ കേർട്ടൻ്റെ മെറ്റീരിയലാണ് ഇതെല്ലാം. കേർട്ടൻ ആണെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് ഇപ്പോൾ നമ്മുടെ റൂമിലോട്ടൊക്കെ നമുക്ക് പിന്നെ ഇത് ചെയ്യാനായിട്ട് ഇൻറ്റീരിയർ ചെയ്യാൻ നേരം നമുക്ക് ആ ഏത് കളറുള്ള വേണം, അതിൻ്റെ മുകളിൽ പിന്നെ ലേസ് അടിയിൽ വേണോ, ലേസ് 4 സൈഡിലും ബോർഡറായിട്ട് വേണം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ അതിന് മാച്ച് ചെയ്യുന്ന ക്രോഷ്യോ ലേസസും എല്ലാം നമുക്ക് തന്നെ അവിടെ നിന്ന് സെലക്ട് ചെയ്തെടുത്ത് ഇവർക്ക് കൊടുക്കാം. ഇതിങ്ങനെ ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്ത് തന്നോളും നമുക്ക്. അപ്പോൾ അങ്ങനെ കർട്ടൻ്റെ മെറ്റീരിയലാണ്. ഇത് ഈ വൈറ്റൊക്കെ കണ്ട ഭയങ്കര രസമായിട്ടുണ്ട് ആ വൈറ്റൊക്കെ കാണാനായിട്ട്. അങ്ങനെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. വൈറ്റിൻ്റെ നെറ്റല്ല ഇത് ഇച്ചിരി നല്ല ഒരു ലിനൻ കട്ടിയുള്ള ഇച്ചിരി ഒരു ലിനൻ പോലത്തെ വരുന്ന ഡിസൈനാണ് കേട്ടോ. അത് മുഴുവൻ ഒരു സ്റ്റിച്ചിങ് ആണത്. അതൊക്കെ നല്ല ഭംഗിയുണ്ട് മെറ്റീരിയലൊക്കെ. ഇതെല്ലാം കർട്ടൻ മെറ്റീരിയലാണ് കേട്ടോ, വൈറ്റേലുള്ളത്. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ എങ്ങനെയാണ് അത് ലേസൊക്കെ വെച്ച് വേണമെങ്കിൽ അവരതുപോലെ തന്നെ ചെയ്ത് തരും. എത്ര എണ്ണം വേണം അതിൻ്റെ അളവും എല്ലാം പറഞ്ഞാൽ മതി. ഇതൊക്കെ ടേബിൾ ക്ലോത്താണ്. അത് ക്രോഷ്യോ ലേസൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ ഞാൻ ഈ വൈറ്റിൻ്റെ ഇതെടുക്കുമ്പോഴത്തേന് ഇച്ചിരി ഒരു ഇങ്ങനെ ഒരു ബ്ലിങ്ക് ചെയ്യുന്ന പോലെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാം കുഷ്യൻ കവേഴ്സാണ് അവിടെ എല്ലാം. പിന്നെ ഉള്ളത് ഞാൻ കണ്ടത് നമ്മൾ സാധാ എടുക്കുന്ന ഹക്കോബായുടെ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഇതെല്ലാം മൽക്കോട്ടനെ വന്നിരിക്കുന്നതാണെന്നും അവർ മൽക്കോട്ടനാന്ന് പറഞ്ഞില്ല, പക്ഷെങ്കിൽ മൽക്കോട്ടൻ്റെ പോലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലായിരുന്നു അത്. ഇതൊക്കെ നമുക്ക് പിന്നെ ഡ്രസ്സ് തയ്ക്കാനുള്ള മെറ്റീരിയലുകളാണ്. നമുക്കിനി പിള്ളേർക്കൊക്കെ വേണമെങ്കിൽ വീട്ടിലിടാനുള്ള നൈറ്റ് ഡ്രസ്സുകളോ അങ്ങനെ തയ്ക്കണമെങ്കിൽ പറ്റും. നമുക്ക് ഹൗസ് കോട്ടുകളൊക്കെ തയ്ക്കാനായിട്ട് പറ്റും മെറ്റീരിയലാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഹക്കോബായുടെ കുറേ കളക്ഷൻ കാണിക്കുന്നത്. ഇത് കണ്ടാൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഡിസൈനുകൾ ഒത്തിരി ഉണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞല്ലോ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മൽക്കോട്ടൺ മെറ്റീരിയൽ പോലെയാണ്, എല്ലാം നല്ല സോഫ്റ്റ് ആണത്. അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് മെറ്റീരിയലുകൾ ഒത്തിരി ഉണ്ട് കേട്ടോ, കുർത്തി ടോപ്പൊക്കെ തയ്ക്കാനായിട്ട്. അപ്പോൾ ഈ വൈറ്റേലാണ് ഇപ്പോൾ ഈസ്റ്ററൊക്കെ വരുന്നതുകൊണ്ട് വൈറ്റിൻ്റെ ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇതെല്ലാം ഒത്തിരി സോഫ്റ്റ് മെറ്റീരിയൽ, പിടിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ഒത്തിരി സോഫ്റ്റാണ് ആ മെറ്റീരിയലെല്ലാം. മറ്റേത് നമുക്ക് ഹക്കോബായുടെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ കുറച്ചൊരു കട്ടിക്കാതിരിക്കുന്നത്. പിന്നെ അതിൻ്റെ തന്നെ പല ഇതിലുള്ളതുണ്ട് കേട്ടോ. ചിലതൊക്കെ കാണാൻ നല്ല രസമായിട്ടുണ്ടായിരുന്നു. വലിയ പ്രൈസും ഇല്ല. ചിലതിന് ഒരു 230 അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ചിലതൊക്കെ 120, 130 ഒക്കെ ഉള്ളൂ. പക്ഷേ 130യുടെ മെറ്റീരിയലൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇത് കണ്ടോ, ഇത് 130 ഉള്ളൂ ഈ മെറ്റീരിയൽ. ഇത് പിള്ളേർക്കൊക്കെ ഫ്രോക്ക് തയ്ക്കാനോ നമുക്ക് ഡ്രസ്സ് തയ്ക്കാനോ ഒക്കെ ഒത്തിരി നല്ലതാണത്. നമ്മളിങ്ങനത്തെ ഇതൊക്കെ വളരെ റെയറായിട്ടാണ് കാണുന്നത് അക്കോബാടത്. ഇതൊക്കെ കണ്ടോ, ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത അക്കോബാടെ മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റുമാണത്. പിന്നെയുള്ളത് അവിടെ ലേസസ് ആണ്. ഏത് തരത്തിലുള്ള ലേസ്, ഏത് കളറ് വേണമെങ്കിലും അവിടെ ഉണ്ട്. എല്ലാ കളേഴ്സും കിട്ടും. അത് നല്ല വീതി ഉള്ളതുണ്ട്, ഏറ്റവും വീതി കുറഞ്ഞതുണ്ട്. എനിക്ക് തോന്നുന്നു മീറ്ററിന് 5 രൂപ തൊട്ടുള്ള ലേസുകൾ അവിടെ ഉണ്ട്. ബ്ലാക്ക് ലേസൊക്കെ ഭയങ്കര വീതിയായിട്ടുള്ള ബ്ലാക്ക് ലേസൊക്കെ ഉണ്ട്. പിന്നെ ക്രോഷ്യോ ലേസസ് ഉണ്ട്, അത് നല്ല വീതിയിലുള്ളതുണ്ട്. നമുക്ക് ബോട്ടത്തിൻ്റെയൊക്കെ അടിയിലൊക്കെ വെക്കണമെങ്കിലൊക്കെ ആ ടൈപ്പൊക്കെ ലേസസൊക്കെ ഒത്തിരി ഉണ്ട്. ഇത് കണ്ടോ, വൈറ്റ് ലേസ് കണ്ടോ, നല്ല വീതിയിലാണ് വൈറ്റ് ലേസൊക്കെ വരുന്നത്. ഇതെല്ലാം ക്രോഷ്യോടെയാണ്. ക്രോഷ്യോടെ എല്ലാം നല്ല വീതി കൂടിയതും വീതി കുറഞ്ഞതും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അത് ഒരു ഡ്രസ്സിലൊക്കെ വെക്കുന്ന ടൈപ്പ് ഇങ്ങനത്തെ ഇത്രയും വീതി കൂടിയ ലേസുകളുണ്ട്. എല്ലാം നല്ല രസമാണ്. പിന്നെ ഇതേണ്ട ബ്ലാക്ക് ലേസ്, അങ്ങനെ ലേസുകളുടെയൊക്കെ തന്നെ ഒരു ഭയങ്കര കളക്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് ഏത്
തരത്തിലുള്ളത്. ഇത്രയും വീതി കൂടിയതൊക്കെ നമുക്ക് ഈ ബോട്ടമൊക്കെ തയ്ക്കുമ്പോൾ അതിൻ്റെ അടിയിലൊക്കെ വെക്കാനായിട്ട് ഒത്തിരി നല്ലതല്ലേ. അങ്ങനത്തെയൊക്കെ ഒത്തിരി ലേസുണ്ട്, ക്രോഷ്യോ ലേസുകൾ. പിന്നെ ഇതാ നമ്മുടെ ഹക്കോബായുടെ ബ്ലാക്കാണ് ഈ ഇരിക്കുന്നതല്ല. ഇത് ഭയങ്കര ബ്ലാക്ക് അല്ല, ജെറ്റ് ബ്ലാക്ക് വരുമല്ലോ, അതാണ് ഈ ഇരിക്കുന്നതല്ല. പിന്നെ അവിടെ മെറ്റീരിയൽ, നമ്മുടെ ഡ്രസ് മെറ്റീരിയൽസ് ഒത്തിരി ഉണ്ട്. അതായത് നമ്മുടെ കലംകാരിയുടെ ഉണ്ട്, പിന്നെ എല്ലാം നല്ല വലിയ വിലയൊന്നുമില്ല. പിന്നെ 120, 110 അത്രയൊക്കെ വരുന്നുള്ളൂ മീറ്ററിനൊക്കെ കേട്ടോ. നല്ല കുർത്തി ടോപ്പൊക്കെ നല്ല സ്റ്റൈൽ ചെയ്ത് നമുക്ക് തയ്ക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെയൊക്കെ ഇതൊക്കെ നല്ല തുണിയാണ്. ഇനി ഒന്നും വേണ്ട, പിള്ളേർക്ക് ഡ്രസ്സ് തയ്ക്കാനാണെങ്കിലും നല്ല തുണിയാണ് കേട്ടോ. കാന്താ സ്റ്റിച്ചിൻ്റെയൊക്കെ ഒത്തിരി തുണികളുണ്ടായിരുന്നു, ഒത്തിരി മെറ്റീരിയലുണ്ട് കേട്ടോ കാന്താ സ്റ്റിച്ചിൻ്റെയൊക്കെ. പിന്നെ പോൾക്ക ഡോട്ട്സിൻ്റെ കണ്ടോ പല കളറിൽ, വൈറ്റയിൽ പല കളർ ഡോട്ട്സ് വരുന്നൊക്കെ ഉണ്ട്. നല്ല മെറ്റീരിയലുകൾ കുറേ ഉണ്ട്. എല്ലാം റീസണബിൾ റേറ്റേ ഉള്ളൂ നമുക്കതാണ്. കലംകാരിയുടെ ഡിസൈൻ കണ്ടോ ഒത്തിരി ഉണ്ട്, നല്ല ഒറിജിനൽ കലംകാരി തന്നെയാണത്. പിന്നെ ഇതൊക്കെ ഇച്ചിരി കൂടിയ തുണിയാണ്, എനിക്കിന്ന് 700 ഒക്കെ വരുന്നുണ്ട്. ഒരു സിൽക്കിൻ്റെയാണ് അതൊക്കെ, മഡ്ക സിൽക്ക് അതിൻ്റെയാണ് അതൊക്കെ. പിന്നെ ഇത് സെറ്റായിട്ട് വരുന്ന, സെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോളും ഉണ്ട്, ബോട്ടം ഉണ്ട്. ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മേടിക്കണം. എത്ര മീറ്റർ വെച്ച് വേണമെങ്കിലും നമുക്ക് ആ തുണിയെല്ലാം കട്ട് ചെയ്ത് മേടിക്കാനായിട്ട് പറ്റും. 2 മീറ്ററോ 3 മീറ്ററോ എത്രയാണ് നമുക്ക് കട്ട് ചെയ്ത് മേടിക്കണം. ഈ ബോട്ടം വേണ്ട, ടോപ്പും ഷോളും മാത്രം മതിയെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. ബോട്ടം നിർബന്ധമായിട്ട് മേടിക്കണം എന്നൊന്നുമില്ല. അപ്പം നമുക്ക് കർട്ടനുകൾ, പിന്നെ ടേബിൾ ക്ലോത്ത്, ബെഡ്ഷീറ്റ്സ് എല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കിട്ടുന്ന ഒരു സ്ഥലമാണിത്. ഇത് ഞാൻ പറഞ്ഞുവല്ലോ, കാഞ്ഞിരപ്പള്ളിയിലെ പുൽപ്പേ എന്ന് പറഞ്ഞ ഷോപ്പാണിത്. പിന്നെ ഒട്ടുമുക്കാലും ആൾക്കാർക്ക് അറിയാവുന്നതാണ്, ഒത്തിരി പേര് പോകുന്നതും ഒക്കെയാണ്. അപ്പം ഞാൻ ജസ്റ്റ് പോയപ്പം വീഡിയോ എടുത്തതുകൊണ്ട് ഞാൻ അത് എല്ലാവർക്കും വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ കസ്റ്റമൈസ് ചെയ്ത് നമുക്കെല്ലാം വാങ്ങാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.